ഗസയിലെ സൈനിക നടപടികളെ ഇസ്രായേൽ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ വൻതോതിൽ വിമർശനം നേരിട്ട പോപ്പ് ഗായികയാണ് ദുവ ലിപ. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദുവ ലിപ രംഗത്തെത്തിയിരിക്കുകയാണ്. വിമർശനങ്ങളെ നേരിടാൻ തയ്യാറാണെന്നും ദുവ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു പ്രസ്താവന നടത്തുന്നതിനു മുമ്പ് താൻ സ്വയം പലതവണ ചിന്തിക്കാറുണ്ട്. എന്നാൽ അത് നല്ലതിനു വേണ്ടിയാണെന്ന ധാരണ ഉള്ളതുകൊണ്ടാണ് പ്രതിസന്ധികൾ ഉണ്ടായേക്കുമെന്നറിഞ്ഞിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതെന്നും റേഡിയോ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ദുവ പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ 88 മില്യൺ ഫോളോവേഴ്സുള്ള ഗ്രാമി അവാർഡ് ജേതാവാണ് 28-കാരിയായ ദുവ ലിപ. ഫലസ്തീനെ പിന്തുണച്ച് അടുത്തിടെയാണ് തന്റെ സമൂഹ മാധ്യമങ്ങളിൽ ഓൾ ഐസ് ഓൺ റഫ എന്ന ഹാഷ്ടാഗിലുള്ള പോസ്റ്റ് പങ്കുവച്ചത്. ഇസ്രായേൽ ഗസയിലെ റഫ നഗരത്തിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ്. കുട്ടികളെ ജീവനോടെ കത്തിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും ഇസ്രായേൽ വംശഹത്യ തടയാൻ ലോകം മുഴുവൻ അണിനിരക്കണമെന്നും ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്നുമുള്ള കുറിപ്പും ദുവ പങ്കുവച്ചിരുന്നു. ഇത് വലിയ ട്രെൻഡിംഗ് ആയി മാറുകയും ചെയ്തു. പിന്നാലെയാണ് വിമർശനമുയർന്നത്. രാഷ്ട്രീയ ഉള്ളടക്കമുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുമ്പോൾ 2-3 തവണയെങ്കിലും അതേക്കുറിച്ച് പരിശോധിക്കാറുണ്ട്. ഗസയെ സംബന്ധിച്ച പോസ്റ്റ് അത്യാവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് പോസ്റ്റ് പങ്കുവച്ചത്. അതാണ് തനിക്ക് ആശ്വാസം നൽകുന്നത്. ഇത് തിരിച്ചടികൾക്കും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഇടയാക്കിയേക്കും. എന്നാൽ ആത്യന്തികമായി അത് നല്ലതിനു വേണ്ടിയാണെന്ന ബോധ്യം തനിക്കുണ്ട്. അതിന്റെ പേരിലുള്ള വിമർശനങ്ങൾ നേരിടാൻ താൻ തയ്യാറാണെന്നും ദുവ ലിപ പറഞ്ഞു. തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ അസാധാരണത്വം ഇല്ലെന്നും പാരമ്പര്യം തന്നെയാണ് ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ കരുത്തു പകരുന്നതെന്നുമാണ് ദുവ പറയുന്നത്. വരാനിരിക്കുന്ന UK തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കുള്ള പിന്തുണ തുടരും. തനിക്ക് രാഷ്ട്രീയമുണ്ട്, എന്നാൽ പരസ്യമായി ആർക്കെങ്കിലും അനുകൂലമോ പ്രതികൂലമോ ആയി പ്രതികരിക്കില്ലെന്നും ദുവ വ്യക്തമാക്കുന്നുണ്ട്. റഫയിലെ ഇസ്രായേൽ നരഹത്യയിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഇന്ത്യയിൽ നിന്നടക്കം സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഗസയിലെ സംഘർഷങ്ങൾ രൂക്ഷമായതോടെ ഫലസ്തീനികൾ അഭയം തേടിയ പ്രദേശമാണ് റഫ. ഇവിടെയും ഇസ്രായേൽ ആക്രമണം തുടർന്നതോടെയാണ് റഫയെ രക്ഷിക്കണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ഉയർന്നത്. ഓൾ ഐസ് ഓൺ റഫ എന്ന ചിത്രമായിരുന്നു എല്ലാവരും ഷെയർ ചെയ്തത്. അതിനിടെ ഗസയിൽ നരനായാട്ട് തുടരുമ്പോഴും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പോലും നേടാനാകാതെ ആഭ്യന്തര കലഹത്തിൽ വലയുകയാണ് ഇസ്രായേൽ. ഹമാസ്, ഹിസ്ബുല്ല എന്നിവയ്ക്കെതിരായ സൈനിക നീക്കത്തെ നിയന്ത്രിക്കുന്നതിനായി ഒക്ടോബർ 11 രൂപീകരിച്ച 6-അംഗ യുദ്ധകാല ക്യാബിനറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടെന്നാണ് ഒടുവിൽ പുറത്തുവന്ന വാർത്ത. മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ് യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് നടപടി. രാജിവെച്ച ഗാൻസ് നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നെതന്യാഹു ഇസ്രായേലിനെ തടയുകയാണെന്നും അതിനാലാണ് യുദ്ധകാല സർക്കാരിൽ നിന്ന് രാജിവെക്കുന്നതെന്നും ബെന്നി ഗാൻസ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് നെതന്യാഹു യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ഗാൻസ് മന്ത്രിസഭ വിട്ടതോടെ അതിന്റെ പ്രസക്തി നഷ്ടമായെന്ന് നെതന്യാഹു പറഞ്ഞതായാണ് വിവരം. അതേസമയം ഇസ്രായേലിൽ നെതന്യാഹു സർക്കാർ ഭരണപ്രതിസന്ധിയിലാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗസ യുദ്ധത്തെ പിന്തുണക്കുന്ന ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമിർ ബെൻഗ്വിർ എന്നിവരെ യുദ്ധകാല മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നെതന്യാഹു ഇത് നിരാകരിച്ചതായാണ് വിവരം.